മഞ്ചേശ്വരം എം എൽ എ കെ അക്ഷറഫ് കൂടി ഇപ്പോൾ പ്രതികരിക്കുന്നു. അതുകൂടി നമുക്ക് കേൾക്കാം. ഈ അക്ഷറഫ് എം എൽ എയും അവിടെ ഉണ്ടായിരുന്നു ശിരൂരിൽ. മീഡിയക്കാരുടെ മുമ്പിൽ പ്രതീക്ഷയോടുകൂടി ഇന്ന് അർജുൻ കിട്ടും ലോറിയെ കണ്ടെത്തുമെന്ന് ഞാനവിടെ ഇതിൻ്റെ 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ പറയുന്ന ഒരാളായിരുന്നു. അവസാനം ഒരു ദിവസം പലപ്പോഴും കോഴിക്കോട് വരുമ്പോൾ തിരിച്ച് തെരച്ചിലടക്കം നിർത്തിയപ്പോൾ ചോദിച്ചു, ഒന്ന് അർജുൻ്റെ വീട്ടിൽ കയറിക്കൂടെ എന്ന് എല്ലാവരും PK ഫിറോസ്ക്ക് അടക്കമുള്ള ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ജിതിൻ എന്നെ വിളിച്ചു. ജിതിനെ ആ ഡ്രഡ്ജിങ് നിർത്തിയ സമയത്താണ് വിളിക്കുന്നത്. ജിതിൻ പറഞ്ഞു, അഷ്റഫ് ഖാ ഒന്ന് അർജുൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ മഞ്ചേശ്വരത്ത് വന്ന് കാണണം എന്നറിഞ്ഞു. ഞാൻ ശരിക്കും ആകെ തകർന്നു പോയി. അമ്മയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, കുറച്ച് സമയം നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, രാഘവേട്ടൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നുണ്ട്, അമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് അർജുനുമായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് നൽകിയിരുന്നു. സത്യത്തിന് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ കേരളത്തിലെ അതിർത്തിയിലൊരു MLA ആണ്. എനിക്ക് ഈ നാടുമായി ഒരു ബന്ധമില്ല. ഞാൻ ആദ്യമായി ഈ പ്രദേശത്തേക്ക് അർജുൻ്റെ കൂടെ വന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു 2 days ആദ്യത്തെ വലിയ രീതിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ പാണക്കാട് സി സാദിഖലി ശിഹാബ് തങ്ങൾ അത് അന്വേഷിച്ചപ്പോൾ അതിർത്തിയിലൊരു MLA എന്നുള്ളത് തങ്ങൾ പറഞ്ഞു നിർബന്ധമായും ഒന്ന് പോകണം, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജസ്റ്റ് പോയ ഒരാളാണ്. പിന്നീട് തീർച്ചയായും ദുഃഖമുണ്ട്, അർജുനെ നമുക്ക് തിരികെ ജീവനോടെ ലഭിച്ചിട്ടില്ല. എന്നാലും പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്നൊരു കാര്യം, ശിരൂരിൻ്റെ ദൗത്യത്തിൽ MLAയും MP-യും സതീഷ് ഷൈലിനെയും ഒക്കെ നിങ്ങൾ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൻ്റെ മീഡിയാസ് ലോകത്തിനൊരു മോഡലാണ്. നിങ്ങളുടെ ഒരു ഇടപെടൽ, അരുൺജിയൊക്കെ അവിടെ ഉള്ള സമയം നിങ്ങളുടെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അർജുനെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഞാൻ ഈ താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ഒരു കേരളത്തിലെ മീഡിയക്കാരുടെ ഒരു കേരളത്തിലെ MLA നിലയ്ക്ക് ഞാൻ എൻ്റെ സംസ്ഥാനത്തെ മീഡിയ നിലയ്ക്ക് ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരളത്തിലെ മീഡിയക്ക് ഒരു ബിഗ് സല്യൂട്ട് അർജുൻ്റെ വീട്ടിലെത്തിയ സമയത്ത് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജിക നിലയ്ക്ക് സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഈ റിസൾട്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ വല്ലാത്തൊരു അലട്ടലായി ഇത് ബാക്കിയാകുമായിരുന്നു. നമുക്ക് വലിയ രീതിയിൽ സംതൃപ്തിയുണ്ട്. ആരോടൊക്കെ കടപ്പാട് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഡ്രഡ്ജിങ്ങിൻ്റെ അവസാനത്തെ ഒരു മീറ്റിംഗ് അങ്കോള IVയിൽ നടക്കുന്ന മംഗളവൈദ്യ മിനിസ്റ്ററും സതീഷ് ശൈലൊക്കെയുള്ള ആ യോഗത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മിഷനാണ് പിറ്റേ ദിവസം അത് മാറുന്നു, 1 കോടി ബജറ്റായി മാറുന്നു. ഞാൻ രാഘവട്ടനും സതീഷ് ശൈലിനെയും കൂട്ടി CM-നെ കണ്ടപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു. പക്ഷെ അവിടെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു ലോറി ഡ്രൈവറല്ലേ, ഒരു അർജുനല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ മന്ത്രിമാർ വരുന്നത്, മീഡിയകൾ വരുന്നത്? അപ്പോഴൊക്കെ ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത് അതാണ് ഞങ്ങളുടെ കേരളം, അതാണ് ഞങ്ങളുടെ ഒരുമ. ഒരു മെസ്സേജ് ഇതിലൂടെ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി കാണുകയാണ്. ഈ ആദ്യം മുതൽ അഷ്റഫ് MLA ആണ്. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും ശിരൂർ നിന്നു, ഇതിൻ്റെ കൂടെ നിന്നു, സതീഷിനെ സഹായിക്കാൻ നിന്നു, എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ അഷ്റഫോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് മീഡിയ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. മീഡിയയാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഞാനാണ് അറിയിക്കുന്നത്. 18-ാം തീയതി വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കുടുംബം വന്നു, ഇങ്ങനെ അർജുൻ്റെ വിവരമില്ല. രാത്രി തന്നെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, കർണാടകയിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, മാധ്യമങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അങ്ങനെയാണ് മാധ്യമങ്ങൾ പിറ്റേ ദിവസം രാവിലെ ശിരൂരിലെത്തിയത്. അതുകൊണ്ട് മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെറുതല്ല. കാരണം ഇത് ലോകത്തെ അറിയിക്കാൻ മാത്രമല്ല, ഇതിന് ഗൗരവം ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതുകൊണ്ട് മാത്രമാണ് 72 ദിവസം എടുത്തെങ്കിൽ പോലും നമുക്ക് അർജുന ജീവനോട് കിട്ടിയില്ലെങ്കിലും നമുക്ക് അർജുൻ്റെ ശരീരഭാഗമെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് സംതൃപ്തിയുണ്ട്. MK രാഘവൻ MP സംസാരിക്കുകയായിരുന്നു. അതിനു മുമ്പ് മഞ്ചേശ്വരം MLA കെ അഷറഫാണ് സംസാരിച്ചത്. ഇവരെല്ലാം ഒരുപാട് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് സത്യം. സമാനതകളില്ലാത്തൊരു ദൗത്യമാണ് 72 ദിവസങ്ങൾ നീണ്ടുപോയത്.